ഹലോ, ഐ എം അഞ്ജലി. വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് ബ്ലിസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമറുടെ അടുത്താണ്. സിബി സാറുടെ വീട്ടിലാണ്. അവർ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ആയിട്ട് ഡൈജസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വൈഫ് ജിഷ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. കൂടെ നമുക്ക് ഡൈജസ്റ്റർ ഒന്ന് കാണും കൂടെ ചെയ്യാം. ആരാണ് ഡൈജസ്റ്ററിൽ വേസ്റ്റ് ഇടാറ്? ചേച്ചി? ഞാൻ ഇടാറുണ്ട്, ഇവിടെ അമ്മ ഇടാറുണ്ട്. ഇതിന് മുന്നേ ഇപ്പം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വേസ്റ്റ് ഡൈജസ്റ്റർ വാങ്ങിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പശുക്കൾക്ക് വെള്ളം കൊണ്ടുപോകും. അപ്പോൾ അതിൽ ഭക്ഷണ സാധനങ്ങൾ ഇടും. അല്ലാത്തൊക്കെ ഞങ്ങളിങ്ങനെ വേസ്റ്റ് ഇതിലായിട്ട് കത്തിക്കും. അങ്ങനെയൊക്കെ മുട്ടത്തോട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങളിങ്ങനെ സ്ഥലങ്ങൾ തൊടിയിലൊക്കെ ഇട്ട് കത്തിക്കുക അങ്ങനെ ചെയ്യും. ചേച്ചി ഇപ്പം എത്ര ആയിട്ടുണ്ട് ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായി. ഇത് ഒന്നാമത്തെ ടാങ്ക് നിറഞ്ഞ്? അതെ, ഒന്നാമത്തെ ടാങ്ക് 7 മാസമായി. ഇപ്പോൾ രണ്ടാമത്തെ ടാങ്കാണോ? ഇപ്പോൾ രണ്ടാമത്തെ ടാങ്ക് ഉപയോഗിക്കുന്നത്. എല്ലാത്തരം വേസ്റ്റ് ഇടാറില്ലേ? ഇടാറുണ്ട്. ഫുഡ് വേസ്റ്റ് അല്ലാതും. ഇനോക്കുലം പൗഡറോ? ആഴ്ചയിൽ ഒരു ദിവസം ഇടും. 3 കപ്പ് പൗഡർ ഇടും. ഓക്കെ, ഇപ്പൊ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്, അത് വർത്തായിട്ടുണ്ടോ? ശരിക്കും ഉപയോഗപ്രദമാണ്. പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഇല്ലാത്ത വീടുകളിലൊക്കെ ഇത് വളരെ ഇതാവും. കാരണം നമ്മൾ എവിടെയും കൊണ്ടുപോയി കളയണ്ടല്ലോ. എല്ലാം ഇതിലിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. സ്മെല്ല് വരിക, അതേപോലെ പുഴു പുറത്തേക്ക് വരിക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല? ഇല്ല. പുഴു നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് പിന്നെ നമ്മൾ വേഗമായിട്ട് കവർ ചെയ്യുമല്ലോ. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്മെല്ലൊന്നും ഒട്ടുമില്ല. ഇപ്പോൾ ഡൈജസ്റ്റർ വാങ്ങിക്കാണ്ടായ കാരണം എന്താണ്? ഇങ്ങനെ ഫുഡിന്റെ വേസ്റ്റ് ഇങ്ങനെ ഒരു ഇതിൽ സൊല്യൂഷൻ കണ്ടെത്താൻ കാരണം? അത് ഞങ്ങൾ കുറേ ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ നായനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ വേസ്റ്റ് കൊടുക്കാറില്ല. അതിനായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊടികളിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അത് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ ഇതിനൊരു സൊല്യൂഷൻ എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടെത്തിയത്. മൊത്തത്തിൽ ഇപ്പോൾ ഡൈജസ്റ്റർ കിട്ടിയതിന് ശേഷം മുൻപുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇത് വേണം തന്നെയാണ് അഭിപ്രായം. നമ്മൾ തൊടികളിലൊന്നും നിക്ഷേപിക്കണ പകരം ഇതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വളം കിട്ടും ചെയ്യും. പിന്നെ അവിടെ ഇവിടെയും തൊടിയിലൊന്നും നിക്ഷേപിക്കേണ്ടല്ലോ ഒരു ഇതും. വളരെ നല്ല അഭിപ്രായം. കഴിയുന്നവർ ഇത് വാങ്ങി നമ്മൾ നിക്ഷേപിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫുഡ് വേസ്റ്റൊക്കെ നമുക്ക് എവിടെയും കളയേണ്ടി വരില്ല. പിന്നെ നമുക്കൊരു ഉപകാരമുള്ളൊരു ഇതാണല്ലോ കിട്ടുന്നത് വളം. അപ്പം നമുക്ക് കളയാന്നുള്ളൊരു സങ്കടമില്ല. എന്തുകൊണ്ടും ഇത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിച്ചു. അവരവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞു. കൂടെ തന്നെ നമ്മൾ ഡൈജസ്റ്റർ കാണുകയും ചെയ്തു. അവർ ഒന്നാമത്തെ ടാങ്ക് നിറഞ്ഞ് അടച്ചു വെച്ച് ഏകദേശം 7 മാസത്തോളമായി. രണ്ടാമത്തെ ടാങ്കാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ടാങ്കിലത്തത് ഇപ്പോൾ വളമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കണ്ടു. നല്ല ഡ്രൈ ആയിട്ടുള്ള വളം തന്നെയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അതിൽ നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് കണ്ടത് മുട്ടത്തോടാണ്. മുട്ടത്തോട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അത് ശരിക്കും ഡൈജസ്റ്റ് ആവാണ്ടിരുന്നത്. അപ്പോൾ മുട്ടത്തോട് ഇടുന്ന സമയത്ത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നല്ല പൊടി ആയിട്ട് തന്നെ വളമായിട്ട് തന്നെ കിട്ടും.